നമ്മുടെ ടോപ്പ് സിംഗറിന്റെ തുടക്കം മുതൽ നമ്മുടെ ഒപ്പം ഉണ്ടായിരുന്ന നമ്മുടെ കുട്ടി പാട്ടുകാരുടെ പാട്ട് മത്സരങ്ങൾ ഇതാ അതിന്റെ ഫിനാലെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പെർഫോമൻസും എനർജിയും ഒക്കെ ഒരു ഡബിൾ പെർഫോമൻസാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഡബിൾ എനർജിയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും പോലെ ഞാനും എക്സൈറ്റഡ് ആണ് ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. നമ്മളിത് തുടങ്ങാൻ പോവാണ്. അതിനു മുന്നേ പ്രേക്ഷകരെ ഒരിക്കൽ കൂടി ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഓരോ കുട്ടി പാട്ടുകാരും പാട്ട് പാടുന്ന സമയത്ത് നമുക്ക് സ്ക്രീനിന്റെ താഴെ ഒരു QR കോഡ് കാണാൻ പറ്റും. അത് സ്കാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടി പാട്ടുകാർക്കും നമുക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. MMC ഉപയോഗിച്ച് നമുക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാരും മറക്കണ്ട, എല്ലാവരും പാടുന്ന സമയത്ത് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിതേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് പേരെ വെൽക്കം ചെയ്യണം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ MJ അങ്കിൾ, ആര്യ ചേച്ചി ആൻഡ് ഉണ്ണി അങ്കിൾ. വെൽക്കം MJ അങ്കിൾ, ആര്യ ചേച്ചി, ഉണ്ണി അങ്കിൾ. മൂന്ന് പേരെയും ഞാനിപ്പോ ഒരു സുന്ദരന്റെ ഫോട്ടോ കാണിക്കാൻ പോവാ. ഒരു സുന്ദരൻ, സുമുഖൻ, സുശീലൻ. അത് ആ സുന്ദരന്റെ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള നടന്മാര് വരെ ഞെട്ടിത്തരിച്ചു പോകുന്ന സുന്ദരനായതുകൊണ്ട് ഞാൻ പേടിക്കണ്ട. എന്താ എന്റെ ആയിരിക്കില്ലല്ലോ. ആര്യ ചേച്ചിയുടെ അല്ല, ഞാനായിരിക്കില്ല. അത് നമുക്കൊരു യുവ കോമളൻ. ഇപ്പോഴത്തെ ഫോട്ടോ ആണെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതൊന്നും പറയാൻ പറ്റൂല നമുക്ക്. യുവ കോമളനാണ്. ഉണ്ണിച്ചേട്ടൻ ഭയങ്കര ഹാൻസം ആയിരുന്നു. ഞാൻ പണ്ടൊരു ഫോട്ടോ കാണിച്ചിട്ടില്ലേ? അതുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ ഉള്ള ആളുടെ കാര്യമല്ല പറയുന്നത്, പിന്നെ വേറെ ഒരാളുടെ കാര്യം ഞാൻ പറഞ്ഞു. ഓ, രണ്ടുപേരും ആലോചിക്കുക എന്റെ ഏത് ഫോട്ടോ ആയിരിക്കും. ഞാൻ ആദ്യം സുന്ദരൻ എന്ന് പറഞ്ഞപ്പോഴത്തേന് എന്നെ കട്ട് ചെയ്ത്. ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ ഉള്ള ഒരാളുമായിട്ടൊരു സാമ്യമുണ്ട്. ശരി, ഇപ്പൊ കാണിക്കുന്ന യുവ കോമളൻ. കോമളനെ കാണാൻ റെഡി അല്ലേ? റെഡി. ഓക്കെ, എവിടെയെങ്കിലും പിടിച്ചിരിക്കണം, ഞെട്ടി തരിച്ചു പോവരുത്. ഓക്കെ, റെഡി? യെസ്, റെഡി. കാണിച്ചോ. അയ്യോ, അമ്പലത്തിൽ പോയിട്ട് വരാ. അതെ, ഇത് അയ്യോ, പുരിക കണ്ടോ എന്നെ കട്ടിയാന്ന്. ഇത് ഏത് വർഷമാ യുവ കോമള? ഇത് എനിക്ക് തോന്നുന്നത് 1991-ലാണ്. അപ്പൊ എനിക്കൊരു 20 വയസ്സുണ്ടാവും. ഓക്കെ, 20 വയസ്സുള്ള ഫോട്ടോ ആണ്. ഈ ഫോട്ടോ എടുക്കാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്. ഇതിന്റെ കൂടെ 2-3 ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് കേട്ട് കഴിഞ്ഞാൽ മീനുട്ടി ഞെട്ടും. ഹീറോ ആയിട്ടായിരിക്കും, സർഗത്തിന്റെ ഹീറോ ആയിട്ട്. സത്യം. അതായത് രവി വള്ളത്തോൾ, രവിചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ രവിചേട്ടന് ഹരിഹരൻ സാറുമായിട്ട് വളരെ അടുപ്പമാണ്. അപ്പൊ ഈ സർഗം എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു നായകനെ നോക്കി ഇരിക്കുന്ന സമയമാണ്. വിനിജിയെ പിന്നെയാണ് അതിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോ എന്റെ അമ്മയെ വിളിച്ചിട്ട് രവിചേട്ടൻ പറഞ്ഞു, കുട്ടനെ നമുക്കൊന്ന് ആക്ടിങ്ങിൽ താല്പര്യമുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ആക്ടിങ് താല്പര്യമില്ല, എനിക്ക് പാടണം എന്ന് പറഞ്ഞു. അപ്പോ രവിചേട്ടൻ പറഞ്ഞു, എന്തായാലും നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു ഫോട്ടോ ഷൂട്ട് നടത്തിയിട്ട്, അന്നത്തെ രീതിയിലാണ്, വെറുതെ ഒരു ഫോട്ടോഗ്രാഫറെ വീട്ടിൽ വരെ എടുക്കും. അത് അപ്പൊ ഇങ്ങനെ എടുത്ത ഒരു ഫോട്ടോ ആണിത്. അതിനു വേണ്ടി എടുത്തതാണ്. എന്നിട്ട് അതിന്റെ ബാക്കി കഥ എന്നായിരുന്നു? ബാക്കി കഥ എന്ന് പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവര് അവര് ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസ് വന്നിട്ടുണ്ട്. സർഗത്തിന്റെ നഷ്ടം. അതെ, അല്ലാതെ എന്ത് പറയാൻ. അല്ലല്ല, സർഗത്തിന്റെ നഷ്ടമല്ല, ലാഭം. കാരണം അഭിനയിക്കാൻ അറിഞ്ഞിടത്ത ഒരാൾ അഭിനയിക്കാൻ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു? ഹരിഹരൻ സാർ അവിടെ നിന്ന് ചവിട്ടി എന്നെ പുറത്താക്കിയേനെ. അപ്പൊ വിനീതേട്ടന്റെ റോളിലേക്കായിരുന്നു അപ്പൊ MJ അങ്കിൾ. മോനിഷയുടെ ഹീറോ ആയിട്ട് ആയിരുന്നു. എന്തായാലും കൊള്ളാം. ശരിക്കും സുന്ദരൻ, പക്ഷെ നല്ല സുന്ദരനായിട്ടുണ്ട് അല്ലേ MJ അങ്കിൾ? ഇനി MJ അങ്കിളിന് കുറച്ച് ക്യൂട്ട്നെസ് ഞാൻ പൊതിഞ്ഞു തരാൻ പോവാണ്. ഓവർലോഡ്. അതെ, അങ്ങനെ വാരി വിതറാനായിട്ട് നമ്മുടെ സ്വന്തം കമ്മണിക്കുട്ടി എത്താൻ പോവാണ്. വെൽക്കം കമ്മണി ഓൺ സ്റ്റേജ്. ഓ, ഇതാരായി ചേച്ചിയോ? തിളങ്ങുവാണല്ലോ. കമ്മണി, ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. MJ അങ്കിൾ, ഇത് ഈ തലയിലേക്ക് തിളക്കം കാണുന്നുണ്ടോ? തിളക്കം കാണുന്നുണ്ട്. പൊട്ടുപോലെ സാധനം ഒട്ടിച്ചിരിക്കും, അറിയാവോ? അയ്യോ, ഇവിടെയൊക്കെ അതാണോ ഈ തിളങ്ങുന്നത്? അതെ, പോരാത്തതിന് ഇവിടെ ഉണ്ട്. ഇവിടെ അതെ. ഉണ്ണിയങ്കളുടെ കണ്ടോ? ഒരു ദിവസം കണ്ടല്ലോ, പേര് പാട്ട് പാടിയല്ലേ കണ്ടായിരുന്നില്ലേന്ന് പറഞ്ഞതാ. എന്നോടാ ചോദിച്ചത്. സുഖാണോ കമ്പനിക്ക്? ഇന്ന് എന്താ വിശേഷം? ഇന്ന് ഫസ്റ്റ് എന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ കുറച്ചെല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. ബർത്ത്ഡേ ആണോ?
അല്ല കഴിഞ്ഞു പോയി birthday. അപ്പൊ ലഡു കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് തരാൻ. ലഡു ഓർഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് തരാൻ. എവിടെ ലഡു? മമ്മിന്റെ കയ്യിലുണ്ട്. ഉണ്ട്. നമ്മള് ഹാപ്പി ബർത്ത്ഡേ പാടണ്ടേ അപ്പൊ? അതൊന്നും കുഴപ്പമില്ല. അതൊന്നും കുഴപ്പമില്ല. ഹാപ്പി ബർത്ത്ഡേ to you. Happy birthday to you. Happy birthday dear Kanmani. Happy birthday to you. ഒന്ന് കറങ്ങിക്കോണേ പ്രിൻസസ്. ഏയ് നവനീതോട്ടൻ എന്താ പറയുന്നു? അവനൊരു പ്രശ്നമില്ല. ഇപ്രാവശ്യം ഇന്ന് വന്നിട്ടില്ല. പ്രശ്നമില്ല. അപ്പൊ കമ്പനി സംസാരിക്കാൻ വന്നില്ലേ? അവനൊക്കെ പനി അതിനെ കൊണ്ടാ വരാത്ത. അച്ചോ. പോരാത്തതിന് കല്യാണത്തിന് ശേഷം അവനങ്ങനെ അധികം മറ്റുള്ള ആൾക്കാരോട് മിണ്ടാറില്ല. അതെ. അവന് സ്വന്തം ഒരു തോന്നലുണ്ട് എന്റെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി ഭയങ്കര മെച്ചോടൊരു ബോയ് ആയിരുന്നു. അതുകൊണ്ട് ശരിക്കും കഴിഞ്ഞില്ലേ? ശരിക്കല്ല, വെറുതെ പറയാ. വെറുതെ ആണോ? പക്ഷെ ഇവിടെ വെച്ച് മാലയൊക്കെ ഇട്ടു. മറ്റേ മ്യൂസിക് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ചുമ്മാ ചുമ്മാ ആക്കിയതാ അവര്. ചുമ്മാ ഒന്നല്ല, ഒറിജിനൽ ആയിരുന്നു. പാട്ടിന് വേണ്ടിട്ട് അങ്ങനെയാക്കി. ഞങ്ങളൊക്കെ സദ്യ കഴിച്ചല്ലോ. പായസം അത് വെറുതെ പറയാ, അത് വെറുതെ പറയാ. ഇല്ല പായസം എത്ര മമ്മി പറഞ്ഞ് ശരിക്കും ഓന് പറഞ്ഞതല്ല. മിനുട്ടി നമ്മൾ എത്ര പായസം കഴിച്ചു? ഞാൻ പാലട പിന്നെ 3 കൂട്ടം ഉണ്ടായിരുന്നു. പരിപ്പ് പ്രഥമൻ, ചക്കപ്രഥമൻ, അതൊക്കെ കഴിച്ചു. ഗോതമ്പ് പായസം ഇല്ലേ? ഗോതമ്പ് പായസം ബോളി വിത്ത് ബോളി പാലടയും ബോളി ഇത്രയും കഴിച്ചു. അശു അപ്പൊ കമ്മണിക്ക് തന്നില്ലേ സദ്യ ഒന്നും? എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ ഛർദ്ദിക്കും. എനിക്കതൊന്നും ഇഷ്ടമല്ല, ഞാൻ ഛർദ്ദിക്കും. അപ്പൊ കല്യാണം വിളിച്ചായിരുന്നു നവനീത്? ഇല്ല. നവനീതോട്ടൻ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ? വാ ചോദിക്കാം, ഇനി വരുമ്പോ ചോദിക്കാം. നമുക്ക് ചോദിക്കാം. കമ്മണി ഇന്ന് പാട്ട് പാടണ്ടേ? ഏത് പാട്ടാ? ഫസ്റ്റ് ഞാൻ മാമാറ്റിക്കുട്ടീന്റെ പാട്ട് പാടിയില്ലേ, പെടുക്കവനെ, അതിന്റെ വേറെ പാട്ടാ. പിണക്കമ്മന്റെ വേറൊരു പാട്ടാണ് ഇത് പാടാൻ പോകുന്നത്. വേറൊരു പാട്ടാ വേറെ പാട്ടാ പാടാൻ പോകുന്നത്. പറഞ്ഞുതരാ, വെറുതെ എന്താ എനിക്കെങ്കിൽ എന്നോട് കൊഞ്ചുന്ന. ഏത് പാട്ടാ? എന്റെ പാട്ട് എന്റെ പാട്ട്. അമ്മായി വരേന്ന് പറഞ്ഞപ്പോൾ പൈപ്പിനും കുഴലിൽ വെള്ളമില്ലാതെ. എല്ലാം മനസ്സിലായി. അതാണ് മെച്ചോട്. അതാണ് പാട്ട്. അതെ, വരികളൊക്കെ മനസ്സിലായി. ഓക്കെ, ഇത് എഴുതിയതാരാ? ലിറിക്സ് പൂവച്ചൽ ഗാദർ. സംഗീതം സംഗീതം ശ്യാം. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ശ്യാമങ്ങളുടെ ഒരു പാട്ടുണ്ട്, മധുവങ്കള് റേയാനും കൂടി ഒരു. അത് നമ്മുടെ ശ്യാം ചേട്ടൻ അല്ല, മ്യൂസിക് ആരാറിയോ അതിന്റെ? നമ്മുടെ ശ്യാം ചേട്ടനത്. എനിക്കറിയാം, പക്ഷേ കൺഫ്യൂഷൻ ആയി. ശ്യാമല്ല, ഇത് ശ്യാമംഗള. ഇത് വേറെ ശ്യാമംഗള്. അപ്പൊ ഏത് വർഷമാണ്? വർഷം ചോദിക്കുന്നു അമ്മേന്റെ അടുത്ത്. 1985. മുഹൂർത്തം 90. സിനിമ മുഹൂർത്തം. അപ്പൊ ഇന്ന് കമ്മണിക്കുട്ടിയുടെ പാട്ട് കേൾക്കാം നമുക്ക്. അന്ന് വന്നില്ലായിരുന്നല്ലോ. ഓക്കെ, പക്ഷെ ഒരു കാര്യം പറയട്ടെ മീനൂട്ടി, ഞാൻ ശരിക്കും ആരാറിയോ? ആരായിരുന്നു? കൺമണിയായിരുന്നു. കമ്മണി ആരായിരുന്നു? കൺമണി തന്നെയായിരുന്നു. അപ്പൊ അമ്മായി അല്ലേ ഇതിലെ? അയ്യോ അമ്മായി ആരാ അപ്പൊ? പാട്ടിട്ടില്ലല്ലേ ഇതൊക്കെ? അമ്മായിയാണ് മീനൂട്ടി. പാട്ടില് അത് ഇവിടെ ഇവിടെ ഉള്ള ആരെങ്കിലും പറ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അമ്മായി മുമ്പ് നിൽക്കുന്നത്. അവർ രണ്ടുപേരും ആക്കാൻ വേണമെങ്കിൽ അമ്മായി. ഉണ്ണിയങ്കളിനൊക്കെ അമ്മായി ആവാ സുഖമായിട്ട്. എനിക്ക് അമ്മായിയൊന്നും ഇല്ല. എനിക്ക് അമ്മായിയൊന്നും ഇല്ല. അമ്മായി ഇല്ല. ആര് ചേച്ചി ഒന്ന് ട്രൈ ചെയ്യുന്നോ? വേണ്ട, താല്പര്യമില്ല. പക്ഷെ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരമ്മായി ഉണ്ട്, ഒരു ഗ്രാൻഡ്മ മാത്രമേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡിൽ ആ കടന്റെ അപ്പുറത്തെ. ഈ കമ്പനിയുടെ വീടിന്റെ ഇപ്പുറത്തുള്ള അമ്മായിക്ക് വേണ്ടിയാ നമ്മൾ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, കേൾക്കാം നമുക്ക്. ഓൾ ദി ബെസ്റ്റ്.
മിനുടാ എന്തോ അമ്മായി വായിൽ നോക്കി എന്തൊക്കെ നോക്കി അങ്ങനെയായിരുന്നോ? അങ്ങനെ എന്തോ ഒരു lyrics എന്താ ഉണ്ടല്ലോ. സംഭവിച്ചേ അവിടെ? അമ്മായി എന്താ നോക്കുമ്പോ അതെനിക്ക് ഓർമ്മയില്ല. അത് ഓർമ്മയില്ല കഥ. കഥയായിരുന്നു അത്, പക്ഷെ ഓർമ്മയില്ല. എന്താന്ന് നോക്കുമ്പോ അതിന് സമരം 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 എന്നൊക്കെ വാക്കുണ്ടായിരുന്നു. ഓ അങ്ങനെ സമരം എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് അറിയാം. അതൊന്ന് പാടിക്കേ. അയ്യോ അമ്മായി വിരൽ വന്നപ്പോൾ പൈപ്പെന്നുള്ളിൽ വെള്ളമില്ലാതെ പൈപ്പെന്ന കുഴലിൽ വെള്ളമില്ലാതായി. അടുത്തത് അമ്മായി അമ്മയ്ക്ക് കോപമണല്ലോ. എന്താ നോക്കുമ്പോൾ അറിയുന്നു സമരം. സമ്മര എന്താ നോക്കുമ്പോഴോ അറിയുന്നു സമരം. അതാണ് സമര. അതെന്താണ് സമ്മര? അങ്ങനെ ഉണ്ടോ? അതെങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് പാടുന്നത്. ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, എന്തോ പറഞ്ഞല്ലോ.
അല്ലെങ്കിൽ കറണ്ട് ഇല്ലല്ലോ. കരണ്ടും ഇല്ലല്ലോ എന്നോ? അല്ലെങ്കിലും കറണ്ട് ഇല്ലല്ലോ. ആകാശവാണിയിൽ വാർത്ത വന്നു കറണ്ട് ഇല്ലെന്ന് 2 ദിവസത്തേക്ക്. 4-5 ദിവസത്തേക്ക് കറണ്ട് കറണ്ട് ഇല്ല. പിന്നെ ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു അവസാനം. പിന്നെ ഏറ്റവും അവസാനം തട്ടിത്തടഞ്ഞ ഒടുവിൽ കാലുമൊടിഞ്ഞു. അതൊക്കെ വേറെ പറയാ. പക്ഷെ ഭയങ്കര ഫീലായിരുന്നു അവിടെ. ഒരു സ്പെഷ്യൽ ഫീലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഫീലാ നമ്മുടെ മെയിൻ. അതെ, കുറ്റാക്കൂട്ടിൽ ഒറ്റക്കമ്മായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സങ്കടമൊക്കെ. ഓ ഇപ്പൊ എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് ലഡു കഴിക്കണം. അതാണ് ലഡു വേണം. നമുക്ക് ഉണ്ണിച്ചേട്ടനോട് ചോദിക്കട്ടെ. ഉണ്ണിച്ചേട്ടൻ എല്ലാം മനസ്സിലായോ വരികളൊക്കെ? ഞാൻ ഇൻഫാക്ട് ഇതുവരെ കേട്ടതിൽ ഏറ്റവും നല്ല ലിറിക്സ് ഇതായിരുന്നു. ക്ലീൻ ആൻഡ് ക്ലിയർ. ലഡു വേണോ? മിണ്ടാതിരുന്നോ? ഒരു ലഡു തരാം. ലഡു തന്ന് വായടക്കാനായിരുന്നു. മോളെ ക്യൂട്ടായിരുന്നു കേട്ടോ, ഗംഭീരമായി. ഭയങ്കര ഇഷ്ടമായി. എന്താ മൂവ്മെന്റ്സ് ഒക്കെ ഗംഭീരായിരുന്നു. ഡാൻസ് ആ ലിറിക്സ് ആണ് ശരിക്കും മനസ്സിലായത്. മീനൂട്ടിക്കും എനിക്കാണ് ശരിക്കും മനസ്സിലായത്. പക്ഷെ ആര്യക്കുട്ടിക്ക് എന്തോ സംശയം ഉണ്ടത്രേ. ഒന്ന് പറഞ്ഞു കൊടുക്കോ? ഒന്ന് പാടി കൊടുക്കോ? അത് എന്തോ ഇതിലോ ഒന്ന് സംശയം ഉണ്ടല്ലോ. എനിക്ക് ആദ്യത്തെ വരി തൊട്ട് സംശയ. ഒന്ന് പറഞ്ഞു കൊടുക്കൂ, ഏതാണ്? അയ്യോ അമ്മായി വിണ്ണു പോയി വെള്ളമില്ലാതായി അമ്മായി അമ്മയ്ക്ക് കോവ വന്നല്ലോ. ഞാൻ എന്നു നോക്കുമ്പോഴോ ആയിരുന്നു സമരം. അറിയുന്നു സമ്മര. അതൊന്ന് പറഞ്ഞു കൊടുക്കൂ. അതൊന്ന് ശരിക്കും പാടി കൊടുക്കൂ. ആയിരിക്കും അറിയില്ല അത്. പാടി സമരം അറിയുന്നു സമരം സമരം അതാണ് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതാ പറ്റിയത്. അമ്മ മൊത്തം പ്രോംപ്റ്റിംഗാ. മറ്റേ AI-ക്ക് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കൂല. അതുപോലെ ആക്ഷനാ. അമ്മയുടെ പ്രോംപ്റ്റിൽ ഇങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടാ പാടുക ഫുൾ ടൈം. അതെന്താ കമ്പനി ഈ ക്യാമറ നോക്കാത്ത? ശരിയാക്കോ? ആണോ? ക്യാമറയിലായിരുന്നു നോക്കിയത്? അന്ന് നമുക്ക് തെറ്റിപ്പോയതായിരിക്കും. നമുക്ക് തെറ്റിപ്പോയതാ. അമ്മയുടെ അടുത്താണെന്നേ ഉണ്ട്. നോക്കിയില്ല. കമ്പനി കള്ളം പറയില്ലേ? അത് കള്ളല്ലേ? ഞാൻ കണ്ട്. മീനൂട്ടി, ഞാൻ അടുത്ത പ്രാവശ്യം കൺമണി പാടുമ്പോഴേ നമുക്ക് ഈ കുതിരക്കൊക്കെ കെട്ടിക്കൊടുക്കും. ഇങ്ങനെ ഒരു സാധനം വെച്ചെടുക്കാം. നേരെ നോക്കാം. അതെങ്ങനെയുണ്ട്? ഇവിടെ ഒരു സാധനം വെക്കാം. അപ്പൊ നമുക്ക് ക്യാമറ മാത്രമേ നോക്കാൻ പറ്റത്തുള്ളൂ. വേണ്ട അതൊന്നും വെക്കണ്ട കേട്ടോ. എന്നാ അമ്മ ഇവിടെ നമുക്ക് പുറത്ത് കൊണ്ടുപോയാലോ? അമ്മ ഇവിടെ ഇരിക്കണം. അതെ, അതൊരു ചടങ്ങ്. അങ്ങോട്ട് നോക്കി പാടുന്ന പ്രശ്നമാണല്ലോ. മിടുക്കിയാട്ടോ എന്തായാലും കമ്മണി. മിടുക്കിയാണ്. ഭയങ്കര ക്യൂട്ടാ. പക്ഷെ കാണാനും കേൾക്കാനും. കാണാൻ വേണ്ടി കേൾക്കാൻ വേണ്ടി. കാണാൻ ഭയങ്കര ചുന്ദരിയാണോ? മാത്രല്ല ഇത്രയും വരി പഠിച്ചില്ലേ? കഥ പോലത്തെ ഈ പാട്ട് മുഴുവൻ പഠിച്ചു വന്നു. മിടുക്കി. ക്രിസ്മസിന് ഒരു ഗിഫ്റ്റ് തന്നില്ലേ? ഇല്ലാത്ത ദിവസം. എനിക്ക് ഓർമ്മയുണ്ട്. ഒരു വീട്, ഒരു കുഞ്ഞു വീട്. അതെവിടെയാ? അതെന്റെ വീട്ടിലുണ്ട്. അത് ഗ്ലിപ്സി ആന്റിക്ക് വേണം. ഗ്ലിപ്സി ആന്റിക്ക് അച്ഛനുണ്ടാക്കണം. അതൊന്ന് തിരിച്ചു കൊണ്ട് കൊടുക്കുക. അത് ഗ്ലിപ്സി ആന്റിയുടെ ആയിരുന്നു അത്? അല്ല. പിന്നെ ആന്റി വേണമെന്ന് പറയുവാണോ? അതെന്തിനാ വാങ്ങിച്ചു തരണം? പക്ഷെ അതെന്തിനാ അത് തിരിച്ചു തരുന്നേ? പക്ഷെ എന്റെ കച്ചറ ഉണ്ടാക്കിട്ട് ഈ കച്ചറ ഉണ്ടാക്കിട്ടേ സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങനെ കമ്പനി ഞാൻ പടങ്ങിയേ. എനിക്ക് തന്നില്ലല്ലോ ഗിഫ്റ്റ്. അതെങ്ങനെ ആരി ചേച്ചിക്ക് മാത്രം ഗിഫ്റ്റ്? എന്തേ വന്നില്ലാന്ന് ചോദിക്ക്. ക്രിസ്മസ് ഞാൻ പിന്നെ വന്നല്ലോ. ഇപ്പോഴുണ്ടല്ലോ. ഇപ്പൊ വേണമെങ്കിലും ഗിഫ്റ്റ് തരാലോ. ലഡു വരോ? ലഡു സന്തോഷായി. ലഡു വരട്ടെ. ലഡു മിന്നി മിന്നി വന്ന മിന്നി തൂവലായി പാറിടാൻ മെല്ലെ മെല്ലെ എന്നുമേ ഡാലിയ പൂക്കളെ പമ്മി വന്നൊഴിഞ്ഞൊരീറൻ കാറ്റിൻ പാട്ടിലും പെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു കമണിക്കുട്ടാ.
My pleasure. അപ്പൊ തിരിച്ച് നമ്മുടെ സമ്മാനം അതെ. പോരട്ടെ. ഒരു മധുര മഴ നമ്മുടെ കമ്പനി കുട്ടിക്ക്. ബൈ. മിനിക്കൂട്ടാ, എന്തോ നമുക്കൊരു മെലഡിയെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു മെലഡിയാണ്, ഒരു പാട്ടാണ്. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ. ഇത് പ്രത്യേകിച്ച് ഇഷ്ടം എന്താ വെച്ചാൽ ഇതിന് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്സൺ ജെ നായരാണ്. അദ്ദേഹം ഒരു ഉഗ്രൻ ഒരു സംഗീതജ്ഞനാണ്. ഇപ്പം നമ്മൾ സാധാരണ ഫേസ്ബുക്കിലൊക്കെ ഞാൻ കാണാറുണ്ട് അദ്ദേഹം കുട്ടികളെ പാട്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതികൾ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വാച്ച് ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് വെരി വെരി ബ്യൂട്ടിഫുൾ ജേസൺ. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. വളരെ ഒരു മൗലികത ഉണ്ടായിരുന്നു. അതാണ് ഒരു ഒറിജിനൽ ആയിട്ടുള്ള തോട്ട്സ് ഉള്ള വളരെ നല്ല രീതിയിൽ കുട്ടികളെ സ്നേഹിച്ച് അത്തരം പാട്ടുകൾ പഠിപ്പിക്കുകയും അവർക്ക് എങ്ങനെ മനസ്സിലാവുമോ ആ രീതിയിൽ അദ്ദേഹം പഠിപ്പിക്കുന്നു എന്നുള്ളതാണ് ഒന്ന്. പിന്നെ രാഗങ്ങളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഡിസ്ക്രിപ്ഷൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓതന്റിക് ആയിട്ട്. ചില രാഗങ്ങളൊക്കെ ഇപ്പൊ മാഞ്ചി പോലുള്ള രാഗങ്ങളൊക്കെ അദ്ദേഹം അത് പറയുമ്പോൾ അതിന് ഭയങ്കര സൗന്ദര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ജെയ്സൺ ജെ നായരുടെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം എന്നുള്ളത് നമുക്കൊരു വളരെ സന്തോഷമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത് പാടാനായിട്ട് നമുക്ക് ഒരു വളരെ പ്രത്യേകത ഉള്ള ഒരാളെ വിളിക്കാം. വിളിക്കട്ടെ? വിളിക്കട്ടെ? ഇപ്പൊ വിളിക്കും. വിളിച്ചോ? വെൽക്കം റിയാൻ കുട്ടൻ ഓൺ സ്റ്റേജ്. സുഖല്ലേ? സുഖം ചേച്ചി. റിയാൻകുടാ, എന്തോ എം ജെ സാറേ ഇപ്പൊ പാടാൻ പോകുന്ന പാട്ടേ അത് ജെയ്സൺ ജെ നായരുടെയാണ്. അതെ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പാട്ടാണ്. അതൊരു ഭാഗ്യമാണ് കേട്ടോ. ഞാനും കാണാറുണ്ട് വീഡിയോസ്, അമ്മ കാണിച്ചു തരാറുണ്ട് എനിക്ക്. നല്ല രസമല്ലേ രാഗങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് അല്ലേ റിയാൻകുടാ? എന്തോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്, എനിക്കറിയാം. അറിയാം. പറയട്ടെ? പിറന്നാളുകാരൻ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ റിയാൻകുട്ട. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ Happy birthday to you. Happy birthday dear Riyanka. Happy birthday to you. Happy birthday to you. Happy birthday dear Riyanka. Happy birthday താങ്ക് യു സാർ. ഇന്ന് സ്പെഷ്യൽ ദിവസമാണ്. അപ്പോ അല്ലേ? വെരി സ്പെഷ്യൽ ഡേ നമ്മുടെ റിയാൻകുട്ടന്റെ. അതെ. അപ്പൊ റിയാൻകുട്ടൻ എന്ത് പ്രസന്റ് വേണം? പ്രസന്റ് എന്തെങ്കിലും ഒന്ന് മതി. അല്ല, റിയാൻകുട്ടൻ പറയുന്നത് തരും. ഓ, സ്പെഷ്യൽ ഓഫർ. സ്പെഷ്യൽ ഓഫർ. അയ്യോ, ആദ്യം അച്ഛനമ്മ എന്താ തന്നേ? അച്ഛനും അമ്മയും വൈകുന്നേരം ഇപ്പം മേടിച്ചു തരാന്ന് പറഞ്ഞു. ഇപ്പോൾ ഒന്നും തന്നിട്ടില്ല. വൈകുന്നേരം തരും. ഓക്കെ, ഇനി എം ജെ. അപ്പൊ എം ജെ ആണ് ആദ്യം തരാൻ പോകുന്നത്, ഫിക്സ് ചെയ്യാൻ പോകുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ അടുത്ത ഒരു പാട്ടിന് അത് തന്നിരിക്കും. എന്തെങ്കിലും സാറിന്റെ ഇഷ്ടം. അത് പറ്റൂല റിയാൻകുട്ടൻ. ഞാനാണെങ്കിൽ ചിക്കനും മട്ടനൊക്കെ പറയുള്ളൂ. കഴിക്കാനാണ് വേണ്ടതപ്പ അവന്. ചിക്കനും മട്ടനൊക്കെ. എന്താണ്? ചിക്കൻ കറിയാണോ ഫ്രൈ ആണോ? എന്താ വേണ്ട? അങ്ങനെ ഒരു ചിക്കൻ ഫ്രൈ മതി. ചിക്കൻ ഫ്രൈ എന്തെങ്കിലും ഒന്ന് മതി. എന്തെങ്കിലും ചിക്കൻ ഫ്രൈ മതി. അത് മതി. ഞാൻ വിചാരിച്ചു വേറെന്തോ സാധനം വാങ്ങിച്ചു തരാം. ഞാൻ വെച്ചു വല്ല ടോയ്സോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നാ പിന്നെ എന്റെ അനിയത്തിക്ക് ഒരു കാറ് വാങ്ങി. എന്റെ അനിയത്തിക്ക് എന്താ വേണ്ടേന്ന് അവളോട് ചോദിച്ചാൽ മതി, നേരെ അവള് പറയും. അപ്പൊ അനിയത്തി എടുത്ത് ചോദിച്ചിട്ട് അനിയത്തിക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുക്കാം. റിയാൻകുട്ടന് പ്രസന്റ് ആയിട്ടാണ് അവിടെ കൊടുക്കണേ. പിന്നെ ഈ പറഞ്ഞ പോലെ ചിക്കൻ ഫ്രൈയും പൊറോട്ടയും വെച്ചുതരാം. ഓക്കെ. അപ്പൊ ഇന്നത്തെ പാട്ട് ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഗാനരചന ശ്രീ PC അരവിന്ദനാണ്. പിന്നെ ഇത് പാടിയിരിക്കുന്ന പ്രിയപ്പെട്ട വേണുചേട്ടനാണ്, ജി വേണുഗോപാൽ. വേണുചേട്ടനും നമസ്കാരം. ജി വേണുഗോപാൽ സാറിന്റെ പാട്ട് ഞാൻ ആദ്യമായിട്ടായി ഇപ്പൊ പാടും. ഫസ്റ്റ് ടൈം ആണ്. അതെ അതെ അതെ. ഈ സിനിമ എന്ന് പറയുന്നത് ആനച്ചന്തം ഗണപതി മേളച്ചന്തം. അതാണ് സിനിമ. ഞാൻ വിചാരിച്ചേ
ആ പാട്ട് ഈ സിനിമയിലാണെന്ന്? ആ അല്ല, അതെ ഈ സിനിമയിലല്ല ആ പാട്ട്. അതെ, അച്ഛൻ പറഞ്ഞായിരുന്നു അത്. ആ അതിന് സിനിമയിലല്ല ഈ പാട്ട്. അപ്പൊ പാടിക്കോ. ഓക്കെ സാർ. അപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് ഈ പെർഫോമൻസിന് വോട്ട് ചെയ്യാട്ടോ. അപ്പൊ എല്ലാരും QR കോഡൊക്കെ സ്കാൻ ചെയ്തിട്ട് വോട്ട് ചെയ്യാ. ഓൾ ദി ബെസ്റ്റ് അങ്ങോട്ടാ. താങ്ക് യു വെരി ചേച്ചി. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തു, സ്വർണ്ണവല്ലിപ്പൂവ് തീർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തു, സ്വർണ്ണവല്ലിപ്പൂവ് തീർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം, കണ്ടു കൊതി പൂണ്ടോ ഗജരാജമേഘജാലം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തു, സ്വർണ്ണവല്ലിപ്പൂവ് തീർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. കുന്നിമണിക്കുന്നിലേ തെന്നലിങ്ങ് വന്നുവോ, നിന്നു ചാമരങ്ങൾ വീശിയോ, മുത്തുമണിമേട്ടിലേ ചിത്രചിറ്റനാംഗികൾ പത്മതാലമേന്തി നിന്നുവോ, കുയിലുകൾ പാടിയോ, കുരുവികൾ കൂടിയോ, കുയിലുകൾ പാടിയോ, കുരുവികൾ കൂടിയോ, കുരവകളിൽ തെളിഞ്ഞുവോ പഞ്ചവാദ്യമേളം. ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ, സ്വർണ്ണവല്ലിപ്പൂവ് തീർന്നുവോ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ.
പൂവുതിർന്നുവോ പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം കുങ്കുമപ്പൂത്താലം കതിരോന്റെ പൊന്നുകോലം കണ്ടു കൊതി പൂണ്ടു ഗഗരാജമേഘജാലം ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തുവോ സ്വർണ്ണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ ആഹാ മിടുക്കൻ. താങ്ക് യു ചേച്ചി. റിയാൻ കുട്ടൻ എന്തോ സാർ? മനോഹരമായി പാടി. താങ്ക് യു സാർ. അതിമനോഹരം താങ്ക് യു സാർ. കേട്ടോ. ഓക്കെ സാർ. പാട്ടിന്റെ സോൾ അറിഞ്ഞ് ഗംഭീരമായി പാടി. എനിക്ക് ഏറ്റവും അധികം അപ്രീസിയേഷൻ തോന്നിയത് എന്താ അറിയോ റിയാൻ കുട്ടൻ? ആ. ഓരോ ലൈനും സസ്റ്റെയിൻ ചെയ്ത് ആ ശ്രുതിയിൽ നിർത്തുന്നത്. ഓ അത് കഴിഞ്ഞ പാട്ടിൽ നമ്മൾ അന്ന് പറഞ്ഞു, അന്ന് മോനെ എന്തോ ബ്രീത്തിങ് ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. അതെ അതെ. ആ പക്ഷെ അതൊക്കെ റിക്കവർ ചെയ്തു. ഇപ്പൊ ബ്യൂട്ടിഫുൾ ആയിട്ട് ഓരോ ലൈനും സസ്റ്റെയിൻ ചെയ്ത് നന്നായിട്ട് ഭംഗിയിൽ കൊണ്ട് ശ്രുതിയിൽ നിർത്തി. നീലമലക്കാവിലെ ചേലെഴുന്ന ദേവി തൻ വേള ഇന്ന് വന്നണഞ്ഞുവോ നോവലിഞ്ഞ നെഞ്ചിലും പൂവിരിഞ്ഞ നിന്നിടും വേള ഇന്ന് മിന്നണിഞ്ഞുവോ പിന്നെ അതിൽ ചില ഭയങ്കര ഹൈലൈറ്റ്സ് സാധനങ്ങളൊക്കെ പാടിയിട്ടാ ഒന്ന്. സെക്കൻഡ് ലൈൻ ഒന്ന് പാടുമോനെ. ചരണം. അനുപല്ലവി ചരണത്തിലെ കുന്നിമണി കുന്നിലേ തിന്നലിങ് വന്നുവോ നിന്നു ചാമരങ്ങൾ വീശിയോ മുത്തുമണി മേട്ടിലെ ആഹാ. ചിത്രചിറ്റലാംഗികൾ ഒക്കെ effortless. താലമേന്തി നിന്നുവോ മതി മതി മതി. ഓക്കെ സാർ. ബ്യൂട്ടിഫുൾ ആയി പാടിയത് മോനെ. താങ്ക് യു സാർ. താങ്ക് യു സാർ. നല്ല എക്സ്പ്രഷനോടെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു സാർ. സോ ഹാറ്റ്സ് ഓഫ് ടു ജെയ്സൺ നായർ ആൻഡ് PC അരവിന്ദൻ. ഇത്രയും മനോഹരമായ ഒരു പാട്ടുണ്ടാക്കിയതിനും അത് വേദിയിൽ അതിമനോഹരമായി ഇവിടെ അവതരിപ്പിച്ചതിനും നമ്മുടെ പിറന്നാൾ കുട്ടിക്ക് 100 ആശംസകൾ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. ബ്യൂട്ടിഫുൾ ആയി പാടി മാം. താങ്ക് യു സാർ. നമ്മുടെ പിറന്നാൾ ചക്കരക്കുട്ട എന്തോ സാർ? നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. ആ ഈ ശ്യാമം എന്ന് പറഞ്ഞാൽ ആ. കറുത്ത് ഇരുണ്ട എന്നുള്ള അർത്ഥ. ആ അപ്പൊ ശ്യാമവാനം എന്ന് പറഞ്ഞാൽ എന്താണ്? കറുത്ത ഇരുണ്ട വാനം. വാനം. ആ ഓക്കെ സാർ. പക്ഷെ ഇന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ശ്യാമവാനം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു വാനായിട്ട് ഓ തോന്നി. കറുത്തിരണ്ടതെന്നുള്ളതല്ല, വേറെ എത്രയും മനോഹരമായ ഒരു വാനത്തില് കണി കൊന്ന പൂത്ത പോലെ മനോഹരമായി ഉയർന്നു വന്നത് ആരുടെ ശബ്ദമാണ്? അത് റിയാൻ കുട്ടന്റെ, നമ്മുടെ പിറന്നാൾ കുട്ടന്റെ ശബ്ദമാണ്. അതെ, എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം ഞാൻ പറയാം. ആ അതെന്താ വെച്ചാ ആ. കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പാടണം എന്നാണ്. ഏ, കുറച്ചുകൂടെ ഹസ്കി ആക്കാനായിട്ട് അത് നിയന്ത്രിച്ച് പാടിയെന്നാണ്. അത് വേണ്ട അല്ലേ? അത്രയും നിയന്ത്രണം വേണം, പക്ഷെ ഒത്തിരി നിയന്ത്രണം വേണ്ട. ആ ഒത്തിരി നിയന്ത്രണം വന്നതിന്റെ ഒരു സംഭവം എനിക്ക് തോന്നിയിരുന്നു. ഓ പ്രത്യേകിച്ചും പല്ലവി പാടുമ്പോ കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് പാടി എങ്ങനെ ഉണ്ടാവും? ശ്യാമവാനിലേതോ കണിക്കൊന്ന പൂത്തോ സ്വർണ്ണമല്ലിപ്പൂവുതിർന്നുവോ ആ, പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ അങ്ങനെ പാടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യാം. ഓ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ എന്തോ ഒരു ശോകമൂകത അതിനകത്ത് വരും. ആ സങ്കടം പോലെ. ശ്യാമവാനിലേതോ എന്ന് പാടാ. ആ. ശ്യാമവാനിലേതോ കണ്ടോ? അവിടെ തന്നെ ഒരു പോസിറ്റിവിറ്റി വരും. ആ ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്വർണ്ണമല്ലി പൂതിർന്നുവോ എന്നല്ലേ പറഞ്ഞ? ആ. ആ പ്രിയ ഗ്രാമകന്യ കണ്ടുണർന്നുവോ എന്നാണ്. അപ്പൊ എല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആ പിന്നെ വേല എന്നുള്ളത് വേള എന്ന് പാടിയിട്ടുണ്ട്. ആ പിന്നെ എനിക്ക് എപ്പോഴും റിയാൻകുട്ടന്റെ പാട്ടിനെ പറ്റി കൂടുതലായിട്ട് പറയാനുള്ളത് അവയർനെസ് ക്രിയേറ്റ്സ് മാസ്റ്ററി എന്നാണ്. ഏ? ഒരു നോട്ടിന്റെ മുമ്പിലുള്ളതും അത് കഴിഞ്ഞിട്ടുള്ള നോട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് റിയാൻകുട്ട. ആ അപ്പൊ ഈ നോട്ട് എന്ന് പറയുന്നത് സ്വതന്ത്രനല്ല, ഈ നടുക്കുള്ള നോട്ട് സ്വതന്ത്രനല്ല. ആ അതിന് മുമ്പുള്ള നോട്ട് എങ്ങനെ വരുന്നോ അതനുസരിച്ചാണ് ഈ നോട്ട് വരിക.
ഈ നോട്ട് അനുസരിച്ചാണ് അടുത്ത നോട്ട് പോവാ. അപ്പൊ ഈ 3 നോട്ട്സും തമ്മിൽ അങ്ങനെ ഒരു ഘടനയുണ്ട്. അത് അവയർനെസ് ഉണ്ട് നമ്മുടെ റിയാൻകുട്ടന്. അത് ഗംഭീരാണ്. താങ്ക് യു സാർ. ദാറ്റ്സ് എ സിഗ്നേച്ചർ ഓഫ് എ മ്യൂസീഷ്യൻ, റിയൽ മ്യൂസീഷ്യൻ. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ റിയാൻകുട്ടൻ വേർഷൻ 2.0 എത്താൻ പറ്റും. ഓക്കെ സാർ. കേട്ടോ? ഓക്കെ. പിറന്നാൾ കുട്ടാ, എന്തോ ഒത്തിരി സ്നേഹം, ഓക്കെ. വളരെ ഊഷ്മളമായ കുറെ ഉമ്മകൾ ഓ എന്റെ റിയാൻകുട്ടൻ. താങ്ക് യു സാറേ. റിയാൻകുട്ടാ, എന്തോ ചേച്ചി? ബ്യൂട്ടിഫുൾ സെലക്ഷൻ. താങ്ക് യു ചേച്ചി. നല്ല പാട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സോങ്. റിയാൻകുട്ടിന് പറ്റിയൊരു പാട്ട്, കറക്റ്റ് റേഞ്ച് ഒക്കെ സെലക്ട് ചെയ്തു. എസ്പെഷ്യലി ആ അനുപല്ലവിയിലും ചരണത്തിലും കരകൾ ഒരുങ്ങിയോ കലകൾ ഇണങ്ങിയോ എന്ന് പറഞ്ഞ ആ ഭാഗം വരുമ്പോഴില്ലേ, നല്ല ഹൈ പോകുന്നുണ്ട് അത് ആക്ച്വലി. ഇപ്രാവശ്യം കുറച്ച് ഈസിലി റിയാൻകുട്ടിന് അത് പാടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. മിടുക്കനായിട്ട് പാടി. എനിക്ക് മൊത്തത്തിൽ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു ചേച്ചി. നല്ലൊരു ഫ്ലോ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയും കുയിലുകൾ പാടിയോ കുരുവികൾ കൂടിയോ അതെ, അവിടെയും ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. കുയിലുകൾ പാടിയോ കുരുവികൾ പാടിയോ കുയിലുകൾ പാടിയോ കുരുവികൾ പാടിയോ ഉറവകളിൽ തെളിഞ്ഞുവോ പഞ്ചവാദ്യമേളം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു റിയാൻകുട്ടാ. കാര്യമായിട്ട് ഞാനൊന്നും അങ്ങനെ നോട്ട് ചെയ്തൊന്നുമില്ല, കണ്ണു അടച്ചിങ്ങനെ കേട്ടോണ്ടിരിക്കുവായിരുന്നു. വളരെ ഫോക്കസ്ഡ് ആണ്. മിടുക്കനായിട്ട് പാടി കേട്ടോ, മിടുക്കനായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. പെരുന്നാളൂട്ടിക്ക് എനിക്കൊരു ഗിഫ്റ്റ് തരണല്ലോ. അത് പെരുന്നാളൂട്ടിക്ക് വേണോ കുഞ്ഞനിയത്തിക്ക് വേണോ? കുഞ്ഞനിയത്തിക്ക് കൊടുത്തോ കാര്യം. അതാണ് അധികം സന്തോഷം അല്ലേ? എന്നാ മോളെ ഇങ്ങോട്ട് വിളിക്കാം. മോളെ ഇങ്ങോട്ട് വാ. എല്ലാം നോക്കുന്നുണ്ട്. ഇത് കണ്ടോ? അപ്പൊ ഞാനൊരു കുഞ്ഞു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് അനിയത്തിക്ക്. കൊടുത്തു സാറേ. റിയാൻകുട്ടനുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ്, പക്ഷെ അനിയത്തിക്കുട്ടിക്കാ കൊടുക്കണം. അനിയത്തിക്കുട്ടി എന്ത് പറയണു? ചേട്ടനോട് എന്താ പറയാനുള്ളത്? പറയൂ. ഗിഫ്റ്റ് കിട്ടി പറയൂ. ഹാപ്പിയാ കുഞ്ഞനിയത്തിക്ക്? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടന്റെ പാട്ട്? സൂപ്പറായിരുന്നോ? കുഞ്ഞനിയത്തി എപ്പോഴാ പാടാൻ പോണ കൂടെ? അവൾക്ക് സ്കൂളിലൊക്കെ പാടാനൊക്കെ അവൾ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഫ്ലവേഴ്സ് വന്നിട്ട് പാടാൻ. ഒരു ദിവസം നമുക്ക് കലക്കാൻ വിടാം കേട്ടോ. തകർക്കണം. ഒരു ഉമ്മ കൊടുക്കണേ. ചേട്ടന് ബർത്ത്ഡേ ഉമ്മ കൊടുക്കണം അവിടെ പോയിട്ട്. ഓക്കെ ഓക്കെ. സൂക്ഷിച്ചു പോണേ. ഉമ്മ കൊടുത്ത ഒരു ചക്കര ഉമ്മ. അയ്യോ, നല്ല രസമുണ്ട്. പോവാണോ? അറിയാങ്കുട്ട, ഞങ്ങൾക്ക് ചെലവില്ലേ ബർത്ത്ഡേ ആയിട്ട്? MJ സാറിനൊക്കെ സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അച്ഛൻ. ആണോ? എല്ലാവർക്കും കുഞ്ഞിന് ഏതാ വേണ്ടേ? റിയാൻകുട്ടന് ഏതാ വേണ്ടേ? എനിക്കോ? ഏതൊക്കെയാന്ന് എനിക്ക് അറിഞ്ഞു. ചിക്കൻ ഫ്രൈയും പൊറോട്ടയും. സ്വീറ്റ്സ് ഏതെങ്കിലും വേണോ? ഇപ്പൊ കൊണ്ടുവന്ന സ്വീറ്റ്സ് ഏതെങ്കിലും വേണോ? അതൊന്നും റിയാൻകുട്ടന് ഇഷ്ടമല്ല. അല്ല, ഇഷ്ടമല്ല, നിങ്ങൾക്ക് ഇഷ്ടമാ. അപ്പൊ കയ്യിലൊന്ന് തരാവേ. Thank you. Okay. So thank you for the sweets. Thank you. റിയാൻകുട്ടൻ, ഒരിക്കൽ കൂടി ജന്മദിനാശംസകൾ. അതെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു അച്ഛൻ. അപ്പൊ നമ്മുടെ ഋതിക്കുട്ടിക്കും പിറന്നാൾ കുട്ടനും എത്രയാണ് മാർക്ക്? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി 98 out of 100. താങ്ക് യു സാർ. അപ്പൊ ചാച്ചാ റിയാൻകുട്ട ചാച്ചാ. ബൈ ബൈ റിയാൻകുട്ടാ. ബൈ ചേച്ചി. പ്രിയ ഗ്രാമ കന്യ കണ്ടു